ആരുമന്യരല്ല ആത്മാവിലൊന്നു തന്നെ. നാം ആരുമന്യരല്ല ആത്മാവിലൊന്നു തന്നെ. ആത്മാക്കൾ ആരാധിക്കും ഈശ്വരനൊന്നു തന്നെ. ആത്മാക്കൾ ആരാധിക്കും ഈശ്വരനൊന്നു തന്നെ. അന്യമായൊന്നുമില്ല ഒന്നായിരുന്നതാണ്. അന്യമായൊന്നുമില്ല ഒന്നായിരുന്നതാണ്. ജന്മമൊടുങ്ങി അന്ത്യം ഒന്നായി ചേരേണ്ടത്. ജന്മമൊടുങ്ങി അന്ത്യം ഒന്നായി ചേരേണ്ടത്. നാം ആരുമന്യരല്ല ആത്മാവിലൊന്നു തന്നെ. ആത്മാക്കൾ ആരാധിക്കും ഈശ്വരനൊന്നു തന്നെ. മായാബന്ധങ്ങൾ കൊണ്ട് പലതായി തോന്നിയിടുന്നു. മായാബന്ധങ്ങൾ കൊണ്ട് പലതായി തോന്നിയിടുന്നു. മായ മാറി കിട്ടുമ്പോൾ ഒന്നായി തീർന്നിടുന്നു. മായ മാറി കിട്ടുമ്പോൾ ഒന്നായി തീർന്നിടുന്നു. നാം ആരുമന്യരല്ല ആത്മാവിലൊന്നു തന്നെ. ആത്മാക്കൾ ആരാധിക്കും ഈശ്വരനൊന്നു തന്നെ. ആത്മാക്കൾ ആരാധിക്കും. നമ്മുടെ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന ഈ ദേഹത്തിൻ്റെ പിതാവിൻ്റെ ജന്മദിനമാണ് ഈ വരുന്ന ചൊവ്വാഴ്ച. അപ്പോൾ നിങ്ങളെല്ലാവരെയും കൂടി അന്നേരം വിളിച്ചു കൂട്ടി വീണ്ടും ഒരു പരിപാടി സംഘടിപ്പിക്കാനും നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് വരും പല ആളുകളും വരുമെന്നൊക്കെ എനിക്കറിയാം. കാരണം അമ്മയുടെ കാര്യം നടന്ന സമയത്ത് നിങ്ങളുടെ ആ ഭക്തിയും സന്തോഷവും ഞാൻ കണ്ടതാണ്. അറിയിച്ചാൽ നിങ്ങൾ വരും എന്നുള്ള ഉറപ്പാണ്. പക്ഷേ നിങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് കരുതി അതിൻ്റെ ഒരു ചെറിയ കർമ്മം ഇപ്പോൾ ഈ ആരാധനാ മധ്യേ നടത്തുവാനായി നിശ്ചയിച്ചിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, നിങ്ങളുടെ എല്ലാം വകയായിട്ട് ഒരു ഹാരാർപ്പണവും ഒരു പൊന്നാട ധരിപ്പിക്കുക, എല്ലാവരും കൂടി പ്രാർത്ഥിക്കുക. അതിൻ്റെ വകയായിട്ടൊരു മധുരഫലം ഇന്നത്തെ സദ്യയുടെ കൂടെ ഒരു മധുരഫലവും വിതരണം ചെയ്യുക. ഇത്രയേ ഉള്ളൂ പരിപാടിയായിട്ട്. അപ്പോൾ നമുക്ക് പ്രാർത്ഥനയാണല്ലോ പ്രധാനം. അപ്പോൾ എല്ലാവരും ഉറ്റു പ്രാർത്ഥിക്കുക. ആരോഗ്യത്തോടുകൂടി സുഖത്തോടെ കുറേ കാലം കൂടി കാണുവാനിടയാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാം വകയായി ആ കർമ്മം ഇപ്പോൾ നടത്താൻ പോവുകയാണ്. കരുണക്കാതലേ കാത്തുകൊള്ളണേ, കൈവിടാതെ രക്ഷിക്കുവാൻ പ്രാർത്ഥിച്ചിടുന്നേ. കരുണക്കാതലേ അങ്ങു കരുണ തോന്നണേ.
കാരുണ്യവാരിധിയായ ഗുരുവരൻ കരുണയാൽ കരുതുന്നു എല്ലാം കാരുണ്യവാരിധിയായ ഗുരുവരൻ കരുണയാൽ കരുതുന്നു എല്ലാം കടലോളം സ്നേഹത്തെ നൽകിയിടുന്നു കരളിൽ വസിക്കുന്നു ആനന്ദമായി സർവശക്തിയുടെ മഹാകാരുണ്യത്താൽ ഉന്നതമായ ഒരു ഞായറാഴ്ച കൂടി ഇപ്രകാരം ഒത്തുചേരുവാൻ അനുവദിച്ചു. നന്ദിയോടെ നമുക്ക് ഭഗവത്പാദങ്ങളിൽ നമസ്കരിക്കാം. രണ്ടാമത്തെ വെള്ളിയാഴ്ച പരിശുദ്ധമായ വ്രതമനുഷ്ഠിച്ച് കൂടുതൽ പ്രശോഭയോടുകൂടി എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങളെല്ലാവരെയും മഹാശക്തി പ്രത്യേകം അനുഗ്രഹിക്കട്ടെ, ആനന്ദിപ്പിക്കട്ടെ. ഉന്നതമായ ആരാധനയിൽ കൂടി ഓരോ ഹൃദയങ്ങളിലേക്കും പകർന്നു നൽകുന്നത് ആശ്വാസവും ആനന്ദവും ദിവ്യാനുഗ്രഹങ്ങളുമാണ്. അത് ഓരോ ആരാധനയിലും സശ്രദ്ധം വീക്ഷിക്കുന്ന അല്ലെങ്കിൽ പരിശോധിക്കുന്ന ഹൃദയങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകും. ഭവനങ്ങളിൽ നിന്ന് വരുമ്പോഴുള്ള അവസ്ഥയും ഈ ആരാധന കഴിഞ്ഞ് നിൽക്കുമ്പോഴുള്ള അവസ്ഥയും ഓരോരുത്തർക്കും മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അതിന് വലിയ കഴിവുകളൊന്നും പ്രത്യേകിച്ച് വേണ്ട. ഒരു മനുഷ്യനായിരുന്നാൽ മതി, ഒരു സാധാരണ ഹൃദയം ഉണ്ടായിരുന്നാൽ മതി, ഒരു മനസ്സുണ്ടായിരുന്നാൽ മതി, മനസ്സിലാകും. കാരണം ആകുലതകളും വ്യാകുലതകളുമായി കടന്നു വരുന്നവർക്ക് ആ ആളിക്കത്തുന്ന താപത്തെ മുഴുവൻ ശമിപ്പിക്കത്തക്ക വിധം ഈ ആശ്വാസ കുളിർകാറ്റ് ഓരോ ഹൃദയങ്ങളിലേക്ക് നിറച്ച് ആ തീയൊക്കെ അണച്ച് അങ്ങനെ ശാന്തമാക്കിയാണ് ഓരോരുത്തരെയും ഓരോ ആഴ്ചയും ഭവനങ്ങളിലേക്ക് അയച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് സത്യമായ ഒരു അനുഭവമായിട്ടുള്ളവരൊന്ന് കൈ ഉയർത്തി കണ്ടാക്കും. ആശ്വാസം തേടി ഞാൻ വന്നു, എൻ്റെ ആത്മനാഥൻ്റെ അടുത്ത്. ആശ്വാസം നൽകണേ നാഥ, എൻ്റെ ആർത്തിയെ കാണണേ നാഥ. ആശ്വാസം നൽകണേ നാഥ, എൻ്റെ ആർത്തിയെ കാണണേ നാഥ. സർവാത്മാക്കൾക്കും ആശ്വാസവും ആനന്ദവും ജഗദീശ്വരൻ ഈ ആരാധനയിൽ കൂടി ദാനം ചെയ്യുമാറാകട്ടെ. ഉന്നതമായ നമ്മുടെ 12 വെള്ളിയാഴ്ച അതിൻ്റെ നിയമങ്ങൾ കൂടുതൽ ആത്മാക്കളിലേക്ക് പ്രകാശിതമായി ലഭിക്കത്തക്ക വിധം പല കാര്യങ്ങളും നമ്മുടെ വ്രതാരംഭത്തിന് മുൻപ് തന്നെ ഇവിടെ നിന്ന് ഞാൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പുതിയ മാധ്യമങ്ങൾ വഴി പലതും ഞാൻ പ്രക്ഷേപണം ചെയ്തിട്ടുണ്ടായിരുന്നു. പല കാര്യങ്ങളും അതിനുവേണ്ടി മുന്നൊരുക്കമായി ചെയ്തിട്ടുണ്ട്. സന്യാസിമാരെ ആയാലും പ്രത്യേകം എല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തി അയച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ്? കൂടുതൽ ശ്രദ്ധയോടുകൂടി ഈ 12 വെള്ളിയാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതിന് വേണ്ടിയാണ്. ഞങ്ങൾക്കിത് അറിയാം എന്നൊരു ധാരണ ഒരാത്മാവിൽ വന്നുപോയാൽ ശ്രദ്ധ കുറയും. കഴിഞ്ഞ പ്രാവശ്യം എനിക്കിത് അനുഷ്ഠിക്കാൻ കഴിഞ്ഞു, എന്നാൽ കുറച്ചുകൂടി അതിനകത്ത് എന്തൊക്കെയോ വരാനുണ്ട്, കുറച്ചുകൂടി ശ്രദ്ധിച്ച് എനിക്ക് ചെയ്യണം എന്ന ഒരാഗ്രഹം, അതാണ് ആർത്തി എന്ന് പറയുന്നത്. അതാണ് അങ്ങനെ ഒരു അവസ്ഥ ഹൃദയത്തിൽ കരുതിക്കൊണ്ട് വ്രതമെടുത്തെങ്കിൽ മാത്രമേ ഏത് കർമ്മത്തിലായാലും
അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പരിപൂർണ ഫലപ്രാപ്തിയിലേക്ക് എത്താൻ കഴിയൂ. അപ്പോൾ ആ വിധത്തിൽ ചിന്തിക്കുമ്പോൾ ഇപ്രാവശ്യം വീണ്ടും പുതിയ പുതിയ അനുഭവങ്ങളുണ്ടാകും. അപ്പോൾ കരുതും ഇതിനേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെടുത്തി അടുത്ത പ്രാവശ്യം ചെയ്യണമെന്നുള്ള ഒരു ചിന്ത വരും. അങ്ങനെ ചിന്ത വരുമ്പോൾ അതിനേക്കാൾ മെച്ചപ്പെട്ട അനുഭവങ്ങൾ വീണ്ടും ഉണ്ടാകും. ലോകത്തിൽ ഒരു മർത്യാകൃതിയിൽ വാഴുന്നിടത്തോളം കാലം ദ്വൈതങ്ങൾ ആത്മാവിനെ ഭരിച്ചുകൊണ്ടേയിരിക്കും. അത് ഉറപ്പാണ്. എപ്പോഴാണ് നമ്മളിലേക്കൊരു മായ കടന്നു വരുന്നതെന്നും അത് ഏതു വിധത്തിലാണ് നമ്മൾ പ്രവർത്തിച്ച് നമ്മുടെ ആത്മാവിൻ്റെ നല്ല അവസ്ഥയെ കെടുത്തിക്കളയുന്നതെന്നും പറയുവാൻ കഴിയില്ല. അതാണ് ഈ നരകത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് മായത്തിമിംഗലം കൂടെയുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് വേറിട്ട് നിൽക്കുകയല്ല, നമുക്കെതിരായി വരികയല്ല, കൂടെ നിൽക്കുകയാണ്. എപ്പോഴും അത് നമ്മളെ ആക്രമിച്ചേക്കാം. അപ്പം ആ ആക്രമണത്തിൽ പെടാതിരിക്കണമെങ്കിൽ എന്ത് വേണം? ശ്രദ്ധയോടുകൂടിയ ഭക്തിയോടുകൂടിയ ജീവിതം വേണം. അതിന് ഉൾക്കാമ്പലി ആർത്തി കരുതിയെങ്കിലേ പറ്റൂ. ആർത്തി എന്ന് പറയുന്നത് നല്ല ഭക്ഷണം കാണുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയല്ല. അതാ പലരുടെ ആർത്തി എന്ന് പറയുന്നത്. എന്തൊരാർത്തിയായത്? അതല്ല. ആർത്തി എന്ന് പറയുന്നത് ലോകപ്രകൃതിയെ ഉളവാക്കിയ ജഗതീശ്വരൻ ഈ സൃഷ്ടിലോകത്തിൻ്റെ നിലനിൽപ്പിനായി ഇതിനുള്ളിൽ തന്നെ നിലനിർത്തിയിരിക്കുന്ന നിസർഗജരസമെന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമുണ്ട്. അതിനെയാണ് ഈ ആർത്തി എന്ന ചെറിയ വാക്കിലും വിളിക്കുന്നത്. ആ ആർത്തി നമ്മളിൽ അങ്ങനെ ഊറി ഊറി വരണം. എന്താ അതിൻ്റെ പേര്? നിസർഗജരസം. ആ നിസർഗജരസം അതിൻ്റെ തനി രൂപത്തിൽ ആരിലാണോ ഊറി വരുന്നത് അവിടെ ഈ ആർത്തി നമുക്ക് അനുഭവമാകും. സൃഷ്ടിലോകത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി മഹാശക്തി നിലനിർത്തിയിരിക്കുന്നതാണ് ഈ നിസർഗജരസം. അത് ആ ഭാഗം, ഗ്രന്ഥഭാഗം പഠിച്ചിട്ടുള്ളവർക്ക് കൃത്യമായിട്ട് അറിയാം. അത് ഒരു ഹൃദയത്തിൽ ആവിർഭവിച്ച് അതിൻ്റെ യഥാർത്ഥമായ അവസ്ഥയെ അറിഞ്ഞ് സൃഷ്ടിതാവിൻ്റെ ഇഷ്ടങ്ങൾ ചെയ്യുവാനുള്ള ആ നില, അറിവ്, ആ ബോധം നിലനിർത്തിക്കൊണ്ട് പോകുമ്പോൾ ഈ ആർത്തി നമ്മളിൽ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. കഴിഞ്ഞ ആഴ്ച ആരാധനയ്ക്ക് വന്നു, ഒരു പ്രത്യേക സുഖമൊക്കെ കിട്ടിയ ഇനിയിപ്പോൾ ഒരു മാസത്തേക്ക് പോയില്ലെങ്കിലും കുഴപ്പമില്ല എന്നല്ല ചിന്തിക്കുക. ആ ആരാധനയ്ക്ക് വന്നു, എനിക്കിത് അനുഭവമായി, തിങ്കളാഴ്ച തൊട്ടേ പിന്നെ ആഗ്രഹം ഞായറാഴ്ച ഒന്ന് ആയി കിട്ടിയിരുന്നെങ്കിലെന്നാണ്. കാരണം വീണ്ടും വരാനുള്ള ആർത്തി കൂടുകയാണ്. ഇവിടെ കൂടുതൽ വിഭവസമൃദ്ധമായ സദ്യ കൊടുക്കുന്നതുകൊണ്ടാണോ? അല്ല. മറ്റെന്തെങ്കിലും ധനപരമായ സഹായം കൊടുക്കുന്നതുകൊണ്ടാണോ? അതുമല്ല. പിന്നെന്താ? ഭാഗ്യമായ ഒരു നേട്ടവുമല്ല. ആത്മാവ് ആഗ്രഹിക്കുകയാണ്, ആത്മസുഖം മതി എനിക്ക് അഖിലേശ, ആത്മസുഖം മതി എനിക്ക് അഖിലേശ, ആത്മസുഖം മതി എനിക്ക് അഖിലേശ, ആത്മസുഖം മതി എനിക്ക് അഖിലേശ. ആത്മാവിൻ്റെ ഉടമസ്ഥനെ കണ്ട് ആത്മാവ് സ്വയം അങ്ങനെ തീരുമാനിക്കുന്നു. അതാണ് ഈ ആർത്തിയായി വരുന്നത്. അങ്ങനെ വരണം. അതിനുവേണ്ടി ശ്രദ്ധയോടുകൂടി വ്രതം അനുഷ്ഠിക്കണം. ഇപ്പോൾ മൂന്നാമത്തെ വെള്ളിയാഴ്ചയിലേക്ക് കടക്കുമ്പോൾ 2 വെള്ളിയാഴ്ച ഞാൻ ചെയ്തു എന്ന് അഭിമാനിക്കുകയല്ല വേണ്ടത്. കൂടുതൽ ശ്രദ്ധയോടെ മൂന്നാമത്തെ ചെയ്യാൻ എന്നെ അനുഗ്രഹിക്കണേ എന്ന് അപേക്ഷിക്കുകയാണ് വേണ്ടത്. എപ്പോഴും ഒരു പ്രാർത്ഥനയായി നമ്മുടെ ജീവിതം മാറ്റപ്പെടണം. ജീവിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചും പ്രാർത്ഥിക്കാൻ വേണ്ടി ജീവിച്ചും ഉള്ള ഒരവസ്ഥ ഓരോ ആത്മാവിലും ഉണ്ടാകുമ്പോഴാണ് ജീവിതം പ്രാർത്ഥനയായി മാറുന്നത്. അങ്ങനെ പ്രാർത്ഥനയായി മാറുവാൻ ഈശ്വരൻ നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. ഉന്നതമായ ആനന്ദം നിങ്ങളുടെ ആത്മാവിനെ ഭരിക്കട്ടെ. ശുഭാനന്ദ ഗുരുദേവൻ നിങ്ങൾക്ക് രക്ഷകനായി എന്നും കൂടെ വാഴുമാറാകട്ടെ. ലോകം മറന്നുപോയി, ക്ഷീണം മറന്നുപോയി, ഭഗവാന്റെ മുഖം കണ്ട നേരം, ഭക്തവത്സല
കണ്ടു കഴിഞ്ഞാൽ പിന്നെ ദാഹമില്ല, വിശപ്പില്ല, ക്ഷീണമില്ല, ലോകദുഃഖങ്ങളൊന്നും പിന്നെ ബാധിക്കുകയില്ല. ഭക്തവത്സലനായ ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ക്ഷീണമില്ല, ദാഹമില്ല, വിശപ്പില്ല, ലൗകികമായ ഒന്നും തന്നെ ബാധിക്കുകയില്ല. ബാഹ്യമായ ഒന്നും പിന്നെ ആത്മാവിനെ ബാധിക്കുന്നില്ല. കാരണം ആത്മാവിന്റെ ഉടമസ്ഥനാണ് ദേഹത്തിൽ വന്ന് പ്രത്യക്ഷമായി നിന്നുകൊണ്ട് ആത്മാക്കളെ ദർശിക്കുന്നത്. അത് മനസ്സുകൊണ്ട് അറിഞ്ഞില്ലെങ്കിലും ആത്മാവ് അറിയുന്നുണ്ട്. ആത്മാവ് അതിനനുസരിച്ച് അങ്ങനെ തുള്ളിക്കളിക്കും. ഉള്ളിൽ കളിയാടുന്ന കണ്ണ കണ്ണ എന്റെ അല്ലലകറ്റിയിടുന്ന കണ്ണ കണ്ണ, 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 മായാ സംഹാരകനാം കണ്ണ കണ്ണ മാനസാരങ്ങൾ നൽകിടുന്ന കണ്ണ കണ്ണ, മായാ സംഹാരകനാം കണ്ണ കണ്ണ മാനസാരങ്ങൾ നൽകിടുന്ന കണ്ണ കണ്ണ, മായാ സംഹാരകനാം കണ്ണ കണ്ണ മാനസാരങ്ങൾ നൽകിടുന്ന കണ്ണ കണ്ണ, മായാ സംഹാരകനാം കണ്ണ കണ്ണ വിഷമുള്ള ഭക്തൻ സാക്ഷി പറഞ്ഞപ്പോൾ പറഞ്ഞു, പറയാനുള്ള വിഷയത്തെ കുറിച്ച് ഒന്നുമില്ല, ശൂന്യമായി നിൽക്കുകയാണ്. എന്നാൽ അതിലേറ്റ ഒരു ആനന്ദം അങ്ങനെ കവർന്നു നിൽക്കുകയുമാണ്. ഈ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമാകാം എന്ന് ഒരു അഭിപ്രായം പറഞ്ഞു. ആകാമെന്നല്ലോ, അത് തന്നെ അല്ലേ? വിരാട് പുരുഷ പരമാത്മാവേ, വിരാട് പുരുഷ പരമാത്മാവേ, വിരാട് പുരുഷ പരമാത്മാവേ, വിരാട് പുരുഷ പരമാത്മാവേ, വിശ്വം നിറയും പരമാത്മാവേ, വിശ്വം നിറയും പരമാത്മാവേ, വിരാട് പുരുഷ പരമാത്മാവേ, വിരാട് പുരുഷ പരമാത്മാവേ, വിശ്വം നിറയും പരമാത്മാവേ, വിശ്വം നിറയും പരമാത്മാവേ. മാറി മാറി ദേഹം സ്വീകരിച്ചുകൊണ്ട് ലോകത്തിൽ വാഴുന്നത് ആ മഹാശക്തി തന്നെയാണ്. സൃഷ്ടിക്ക് മുമ്പുണ്ടായിരുന്നതും സൃഷ്ടിയായി വന്നതും സൃഷ്ടികളിലെല്ലാം അധിവാസം ചെയ്യുന്നതും സൃഷ്ടിയിൽ പൂർണ്ണനായ മർത്യന്റെ വേഷത്തിൽ അവതാരമായതും എല്ലാം ഒടുങ്ങിയാലും ഉള്ളതായി നിൽക്കുന്നതുമായ വസ്തു ഒന്നേ ഉള്ളൂ. അവനാണ് ഉള്ളിൽ വാഴുന്നത്. ഉള്ളിലുണ്ടി കണ്ണൻ കള്ളനായ കണ്ണൻ, ഉള്ളിലുണ്ടി കണ്ണൻ കള്ളനായ കണ്ണൻ, ഉള്ളുണർന്നു കണ്ടാലുള്ള പോലെ കാണാം, ഉള്ളുണർന്നു കണ്ടാലുള്ള പോലെ കാണാം, ഉള്ളിലുണ്ടി കണ്ണൻ കള്ളനായ കണ്ണൻ, ഉള്ളിലുണ്ടി കണ്ണൻ കള്ളനായ കണ്ണൻ, ഉള്ളുണർന്നു കണ്ടാലുള്ള പോലെ കാണാം, ഉള്ളുണർന്നു കണ്ടാലുള്ള പോലെ കാണാം. എല്ലാം ഉളവാക്കി എല്ലാത്തിലും അധിവാസം ചെയ്യുന്നു. മർത്യലോകത്തെ രക്ഷിക്കാൻ ത്യാഗം സഹിക്കുന്നു. എന്നിട്ടും വിളിക്കുന്നത് കള്ളനെന്ന്. ഓ, എന്തൊരു കഷ്ടമാണ്. എന്തിനാ ഇങ്ങനെ കള്ളാന്ന് വിളിക്കുന്നത്? എന്തിനാ നിങ്ങളെല്ലാവരും ഇങ്ങനെ കള്ളാന്ന് വിളിക്കുന്നത്? ഞാൻ എന്താ മോഷ്ടിച്ചത്? ആരുടെയാ മോഷ്ടിച്ചത്? എന്റേതല്ലാത്തത് എന്തെങ്കിലും ഇവിടെ ഉണ്ടോ? ചെറിയൊരു കള്ളത്തരമുണ്ട്. എന്താ? ഓരോരുത്തരുടെ ഉള്ളിൽ ഇതുണ്ട് എന്ന് അറിയിക്കാതെയാണ് സ്ഥിരവാസം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉള്ളിലുണ്ടി കണ്ണൻ കള്ളനായ കണ്ണൻ, ഉള്ളിലുണ്ടി കണ്ണൻ കള്ളനായ കണ്ണൻ, ഉള്ളുണർന്നു കണ്ടാലുള്ള പോലെ കാണാം, ഉള്ളുണർന്നു കണ്ടാലുള്ള പോലെ കാണാം. ഉള്ളുണർന്നു വരുന്നത് വരെ അവരെ പിടികിട്ടുകയില്ല. ആ ഉള്ള ഉണരുവാൻ വേണ്ടിയാണ്
മർത്യന്റെ നടുവിലേക്ക് മർത്യാകൃതി കൊണ്ട് താൻ തന്നെ അവതാരമായി വന്നത്. തട്ടി ഉണർത്തി, വിളിച്ചുണർത്തി, അറിവിൽ കൂടി വളർത്തി, സൽക്കർമ്മത്തിൽ കൂടി ഉയർത്തി, എന്നിട്ട് പകർന്നു തരികയാണ്. എന്താണ് പകർന്നു തരുന്നത്? അറിവിന്റെ പരിപൂർണ രൂപമാം സൽഗുരു രൂപത്തെ അകതാരിൽ തെളിയിക്കുന്നു. അറിവിന്റെ പരിപൂർണ രൂപമാം സൽഗുരു രൂപത്തെ അകതാരിൽ തെളിയിക്കുന്നു. അറിവിന്റെ പരിപൂർണ രൂപമാം സദ്ഗുരു രൂപത്തെ അകതാരിൽ തെളിയിക്കുന്നു. അറിവിന്റെ പരിപൂർണ രൂപമാം സദ്ഗുരു രൂപത്തെ
അവതാര തിരുനാവാൽ അറിയിക്കുന്ന ജ്ഞാനം ആത്മാവിൽ സ്വർഗസിംഹാസനം ഒരുക്കുകയാണ്. അത് രൂപാന്തരമാണ്. രൂപാന്തരപ്പെട്ടു വരുവാനാണ് ഈ വഴികളൊക്കെ തെളിയിച്ചിരിക്കുന്നത്. ഞാൻ എപ്പോഴും നിങ്ങളെ അറിയിക്കാറുണ്ട്, ഇവിടെ നിന്ന് നിയമിച്ചിരിക്കുന്ന ഈ നിയമങ്ങളെല്ലാം ആത്മശുദ്ധീകരണത്തിന് വേണ്ടിയുള്ളതാണ്. ബാഹ്യമായ കാര്യങ്ങൾ അതിനോടൊപ്പം നടന്നുകൊള്ളും എന്നുള്ളത് സത്യമാണ്. പക്ഷെ അതിനല്ല പ്രാധാന്യം കൽപ്പിക്കേണ്ടത്. എപ്പോഴും നമ്മൾ തീരുമാനിക്കണം, എന്റെ ഗുരു അറിയിച്ചിരിക്കുന്ന അറിവുകളെല്ലാം എന്റെ പരിപൂർണ പരിശുദ്ധിക്കും മോക്ഷത്തിനും വേണ്ടിയുള്ളതാണ്. പക്ഷെ അതിനുവേണ്ടി പ്രത്യേകം ആഗ്രഹിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോ നമ്മുടെ പിതാവിനോട് പറഞ്ഞ മറുപടിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ഒരു തവണ പറഞ്ഞത് അങ്ങനെ ചെയ്യണം, ഒരു തവണ അപ്പൊ അങ്ങനെ അങ്ങ് ചെയ്തു. ഇത് ചെയ്താൽ എന്ത് കിട്ടും എന്നൊരു അന്വേഷണമില്ല. ഭഗവാൻ കൽപ്പിച്ചു, ചെയ്യുന്നു. അങ്ങനെ ഇച്ഛയ്ക്കു ഭക്തരങ്ങൊത്തു നിന്നാൽ നിത്യാനന്ദം തന്നിൽ കാണാമല്ലോ. ഏറ്റവും വലിയ പ്രയാസം. കാരണം അങ്ങനെയാ ഇപ്പൊ പഠിപ്പിക്കുന്നത്. ഇങ്ങോട്ട് വാടാ മോനെ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകുന്ന സ്വഭാവം. ഇപ്പൊ മോനെ എന്ന് പറഞ്ഞപ്പോ മോളുമാരെല്ലാവരും ശരി, ഇങ്ങോട്ട് വാടി മോളെ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും പോകും. കൂടുതലും ഇപ്പൊ പെൺകുട്ടികളാ വീട് ഭരിക്കുന്നത്. അച്ഛനെ അമ്മയെല്ലാം അങ്ങ് നിയന്ത്രിക്കും. കാരണം പൊതുവെ ഈ പെൺകുട്ടികളോട് മാതാപിതാക്കൾക്ക് ഒരു വാത്സല്യവും സ്നേഹമൊക്കെ ഉണ്ടാവും. ആൺകുട്ടികളോട് ഇല്ലെന്നല്ല, എങ്കിലും അത് വേറൊരു തരമാണ്. അതെല്ലാ വീട്ടിലും അങ്ങനെ തന്നെയാണ്. എല്ലാം ഒന്നുപോലെ കരുതുന്നു എന്നൊക്കെ പറഞ്ഞാലും പെൺകുട്ടികളോട് ഒരു സ്നേഹവും വാത്സല്യവും ഒക്കെ കൂടും. അത് പ്രകൃതിയുടെ നിയമമാണ്. വാത്സല്യം കൂടുതൽ അവരിലാണ് എത്തേണ്ടത്. എന്താണെന്നറിയോ? അവരാണ് ഈ പുതിയ ഒരു തലമുറയെ വാത്സല്യിച്ച് വളർത്തേണ്ടത്. അതുകൊണ്ടാണ് മാതാപിതാക്കൾ അവരെ കൂടുതൽ സ്നേഹിക്കുന്നത്. കാരണം ഒരു അമ്മ പകർന്നു നൽകുന്ന സ്നേഹം പോലെ പ്രകൃതിയിൽ ഒന്നിനെയും സ്നേഹിക്കാൻ കഴിയും. അമ്മമാരാവേണ്ടവരാണ് അവർ, അതുകൊണ്ടാണ് അവരെ നമ്മൾ സ്നേഹിക്കുന്നത്. പക്ഷെ അത് തിരിച്ചറിയാതെ പലപ്പോഴും അത് അഹങ്കാരത്തിന്റെ വഴിയിലേക്ക് വഴിമാറി പോകാറുണ്ട്. അപ്പൊ ആ ഒരു പരിശീലനത്തിൽ പോകുന്നവർക്ക് ഭഗവാൻ ഒരു കാര്യം അറിയിച്ചാലും ഭഗവാൻ അങ്ങനെയൊക്കെ പറയും, നമുക്ക് ഇങ്ങനെ അങ്ങ് ചെയ്യാം. പല കാര്യങ്ങളും അങ്ങനെ നടത്തുന്നുണ്ട്. അങ്ങനെ അല്ല വേണ്ടത്. ഇച്ഛയ്ക്കു ഭക്തരങ്ങൊത്തു നിന്നാൽ നിത്യാനന്ദം തന്നിൽ കാണാമല്ലോ. ഒരിക്കൽ തിരുശരീരപ്രകാരം വെള്ളവസ്ത്രത്തിൽ ഇരിക്കുമ്പോ ഇപ്പൊ നമ്മുടെ ഈ സ്ഥാപനത്തിലിരിക്കുന്ന വലിയ ജനറേറ്റർ ഇപ്പൊ ഉള്ളതിൽ വലുത്, ഇനി ഇതിനേക്കാൾ വലുത് നമ്മൾ വാങ്ങിക്കും. നമ്മുടെ ആവശ്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം നമ്മൾ വാങ്ങിക്കുമ്പോ 7 കിലോ വാട്ടിന്റെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ 7 എന്ന് പറയുമ്പോ അതിനകത്തേ ഉള്ളൂ. പക്ഷെ കരുതലോടുകൂടി 7 നിശ്ചയിച്ചതാണ്. നമ്മുടെ MGR പണിക്കർ സാറൊക്കെ എഞ്ചിനീയറായിട്ട് ഇവിടെ നിൽക്കുന്ന സമയത്ത് അതിന്റെ കരുതലോടുകൂടി കണക്കൊക്കെ എടുത്ത് വികസിച്ച് വന്നാൽ ഇത്രത്തോളം വരും, അപ്പൊ നമുക്കൊരു 5 ഉള്ളൂ, ഒരു 7 വാങ്ങിക്കാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ പോയി അന്വേഷിച്ചപ്പോ 7 കിട്ടാനില്ല. ഇപ്പൊ 10 വാങ്ങാൻ തീരുമാനിച്ചു. അറിയിച്ചു 10 കിട്ടാനുള്ളൂ, 7 കിട്ടാനില്ല. ഓ ശരി, എന്നാ നമുക്ക് 10 വാങ്ങിച്ചു, നമുക്ക് ആവശ്യം വരികയില്ലേ എന്ന് പറഞ്ഞു. കുറച്ചു കാലം അതിലിങ്ങനെ പോയി. അത് കഴിഞ്ഞപ്പോ അതുകൊണ്ട് നിൽക്കാതെ വന്നപ്പോ 25 വാങ്ങിച്ചു. അപ്പൊ 25 പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിപ്പോ ഇത് രണ്ടും കൂടെ വെച്ചാലും പറ്റാത്ത അവസ്ഥയിലായി.
വലുതൊന്ന് വാങ്ങിക്കാൻ തീരുമാനിച്ചു. അതിനേക്കാൾ വലുതൊന്ന് വാങ്ങിക്കാൻ ഇപ്പൊ 125-ന്റേത് വാങ്ങിച്ചു. 125-ന്റെ ഇപ്പൊ 125-ന്റെയും 25-ന്റെയും 10-ന്റെ എല്ലാം ഒരുമിച്ച് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. 125-ന്റെ 25-ന്റെ 10-ന്റെ എല്ലാം ഒന്നിച്ചുള്ള അപ്പൊ ആ 125 വാങ്ങിക്കാൻ വേണ്ടി 4-ാം ശരീരത്തിൽ ഇരിക്കുന്ന സമയത്ത് ഈ ശരീരം വെള്ളവസ്ത്രമായി നിൽക്കുകയായിരുന്നു. 4-ാം ശരീരത്തിൽ ഭഗവാൻ വാഴുന്ന കാലത്ത് ഈ ശരീരം വെള്ളവസ്ത്രത്തിൽ നിൽക്കുമ്പോൾ 125-ന്റെ ജനറേറ്റർ വാങ്ങിക്കാൻ വേണ്ടി എല്ലാം തീരുമാനിച്ചു. അവരെ എല്ലാം വരുത്തി കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു, പല കൊട്ടേഷനൊക്കെ വാങ്ങിച്ചു. അപ്പൊ അതിന്റെ ചുമതലക്കാരൊക്കെ വേറെയുണ്ട്. അപ്പൊ അന്നത്തെ സെക്രട്ടറി സ്വാമിയും അതിന്റെ കൂടെ നിൽക്കുന്ന കുറെ ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാ കാര്യവും ഇത്രയും വലിയ തുക മുടക്കി ചെയ്യുന്നത് കൊണ്ട് വളരെ ആലോചനയോടുകൂടിയാണ് അതെല്ലാം ചെയ്യുന്നത്. കാരണം ഇത് ധർമ്മധനമാണെന്നും ഇത് വളരെ സൂക്ഷിക്കണമെന്നും എല്ലാവർക്കും ഒരു ബോധമുണ്ട്. ആ പ്രകാരം എല്ലാം വന്ന് ആലോചിച്ചു, തീരുമാനിച്ചു, വിലയെല്ലാം അറിയിച്ചു. ഇപ്പൊ അഡ്വാൻസ് ആയിട്ടൊരു തുക കൊടുക്കണം. അപ്പൊ അതിന് തീരുമാനിച്ചു, അവരെ വരുത്തി. കമ്പനി നാള് വന്നു. ആ തൃക്കരങ്ങൾ കൊണ്ട് അത് അഡ്വാൻസ് കൊടുത്തു. അപ്പൊ അങ്ങനെയാണല്ലോ പതിവ്. എല്ലാം അങ്ങനെയാണ്. ഇവിടെ ഈ സ്ഥാപനത്തിൽ വലിയ വലിയ കാര്യങ്ങൾ, പുതിയ പുതിയ കാര്യങ്ങളെല്ലാം നടക്കുമ്പോൾ ഭഗവാൻ തന്നെയാണ് നേരിട്ടെല്ലാം ചെയ്യുന്നത്. അന്ന് മുതൽ ഇന്ന് വരെയും അങ്ങനെ തന്നെയാണ്. അപ്രകാരം അത് നിർവഹിച്ചു. അപ്പൊ അതിന് സമയമായപ്പോ ജനറേറ്റർ വന്നു. ഇതാര് പറഞ്ഞു? ജനറേറ്റർ വേണോന്ന് ആര് പറഞ്ഞു? ഇവിടെ ഇത് വേണ്ട. ഭഗവാന്റെ കൽപ്പനയാണ്. എന്ത് ചെയ്യും? ക്രെയിൻ വന്നു, അതിന്റെ ലോറി വന്നു, സാധനം വന്ന് മുറ്റത്ത് കിടക്കുക. എന്ത് മറുപടി പറയും? ആരോട് മറുപടി പറയും? അപ്പോ ഇങ്ങനെ അഡ്വാൻസ് കൊടുത്ത് ഇതെല്ലാം ചെയ്തതാണ്, ഈ വിധത്തിലാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ഇത് വല്ലതും പറയാൻ പറ്റുമോ? മറുപടി വല്ലതും പറയാൻ പറ്റുമോ? പാദത്തിൽ വീണ് ആശ്രയിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരു നിർവാഹവുമില്ല. അങ്ങനെ ഉണ്ടായിരുന്നവരെല്ലാവരും കൂടി കണ്ണുനീരോടുകൂടി ആശ്രയിച്ച് പാദത്തിൽ പറഞ്ഞു, നമുക്ക് ഇങ്ങനെ ഒരു ആവശ്യമുണ്ട്, ഭഗവാൻ അനുവദിക്കണം. അങ്ങനെ കണ്ണുനീരോടുകൂടി ആശ്രയിച്ചപ്പോ കുറെ സമയം കഴിഞ്ഞ് അതിന് അനുവാദം ലഭിച്ചു. അങ്ങനെയാണ് ഇപ്പൊ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ജനറേറ്റർ ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്. തിരിച്ചുള്ള ചിന്തകളാണ് അവിടെ പ്രവർത്തിക്കുന്നതെങ്കിൽ ഭഗവാന്റെ ഇഷ്ടം നടത്തുവാൻ കഴിയാതെ വരും. ഭഗവാനോട് ആലോചിക്കാതെ ചെയ്തതാണെങ്കിൽ അവിടെ അബദ്ധമാണ്. ഇതൊക്കെ പരീക്ഷണങ്ങളാണ്. ശിഷ്യനെ പരിശോധിക്കുകയും ഉറപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥകളാണ് ഇതൊക്കെ. ഇന്നുള്ള ആളുകളാണെങ്കിൽ എന്ത് തീരുമാനിക്കും, എന്ത് പറയും? അത് അവിടെ വളരെ ചിന്തിക്കേണ്ട കാര്യമാണ്. ഗുരുവിനെ അകതാരിൽ അറിഞ്ഞു ജീവിക്കുവാൻ കഴിയുന്നവർക്ക് മാത്രമേ ശിഷ്യനാണെന്ന് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയാൻ കഴിയുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് വേണമെന്ന് പറയുന്ന കാര്യം നാളെ ചിലപ്പോൾ വേണ്ടാന്ന് പറയും. ഇന്ന് വേണ്ട എന്ന് പറഞ്ഞ് നാളെ വേണമെന്ന് പറയും. അത് ഗുരുവിന്റെ ഇഷ്ടമാണ്. ആ ഇഷ്ടം അത് ഏത് സമയത്ത് ഏത് വിധത്തിൽ വന്നാലും അതിനെ അതുപോലെ സ്വീകരിക്കാൻ കഴിയുന്ന ഒരാളിന് മാത്രമേ നിത്യാനന്ദത്തിൽ ചെല്ലുവാൻ കഴിയുള്ളൂ. ഇച്ഛയ്ക്കു ഭക്തരങ്ങൊത്തു നിന്നാൽ നിത്യാനന്ദം തന്നിൽ കാണാമല്ലോ. അപ്പൊ നമുക്ക് എപ്പോഴും ഉണ്ടാവേണ്ടത് ഒരു പൂർണ്ണബോധമാണ്. ബോധത്തോടുകൂടി ജീവിക്കുന്നവർക്ക് ഈ തിരിച്ചറിവിൽ കൂടി ജീവിച്ചു പോകാൻ കഴിയുള്ളൂ. നിങ്ങൾ തിരുമുമ്പാകെ ചെയ്ത സത്യപ്രതിജ്ഞ അത് തന്നെയാണ്. സൂക്ഷിച്ചു ജീവിച്ചുകൊള്ളാം. സൂക്ഷിച്ചു ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊള്ളാമെന്നാണോ? അല്ല, ഏത് സാഹചര്യത്തെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോഴും എന്റെ ഗുരുവിന്റെ അറിവിനെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ ജീവിച്ചു കൊള്ളാമെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അഥവാ പൂർണ്ണബോധമായിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ബോധത്തോടുകൂടി ജീവിക്കുന്ന എന്റെ ഭക്തലോകത്തിന് ആനന്ദം പകർന്നു തരുവാൻ ആത്മബോധ സ്വരൂപമായി എന്നും ലോകത്തിൽ വാഴുവാൻ തീരുമാനം ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ ലോകത്തിലേക്ക് ഉദയം ചെയ്തത്. അങ്ങനെ ആത്മാവിൽ ബോധമുണ്ടാകട്ടെ. ആത്മബോധത്താൽ ശുഭാനന്ദം കാണാറാകട്ടെ. അങ്ങനെ ശുഭാനന്ദ സന്താനങ്ങൾ ലോകം നിറയട്ടെ. അവരെ കൊണ്ട് ശുഭാനന്ദ ഭവനങ്ങൾ ഉണ്ടാകട്ടെ.
അവരെ കൊണ്ട് ശുഭാനന്ദ ആദർശ സ്ഥാപനങ്ങൾ ഉണ്ടാകട്ടെ. ശുഭാനന്ദ സന്താനങ്ങൾ ലോകം ഭരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തട്ടെ. അങ്ങനെ ജയിക്കട്ടെ, ജയിക്കട്ടെ, ശുഭാനന്ദ ആദർശം ജയിക്കട്ടെ. ജയിക്കട്ടെ, ജയിക്കട്ടെ, ശുഭാനന്ദ ആദർശം ജയിക്കട്ടെ. ഉയരട്ടെ, ഉയരട്ടെ, ആത്മബോധം ഉയരട്ടെ. ഉയരട്ടെ, ഉയരട്ടെ, ആത്മബോധം ഉയരട്ടെ. കഴിഞ്ഞ ആഴ്ച ഞാൻ നിങ്ങളെ ഒരു പുതിയ കാര്യം അറിയിച്ചിരുന്നല്ലോ. അത് കൃത്യമായി നിർവഹിച്ച എത്ര പേര് കൂട്ടത്തിലുണ്ട്? ഉറച്ചൊന്ന് പറഞ്ഞേ. പ്രാവശ്യം പ്രാർത്ഥന കഴിഞ്ഞ് പലരും വന്നപ്പോ എന്നോട് പറഞ്ഞു, വെള്ളിയാഴ്ച ആരാധന കഴിഞ്ഞ് ഈ നമസ്കാരം പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് പലരും അങ്ങനെ പറയാറില്ല. ചിലര് 2 കൈ എടുത്ത് തൊഴും, ചിലർ 1 കൈ നെഞ്ചത്ത് വെക്കും, ചിലർ ഇങ്ങനെ സല്യൂട്ട് കൊടുക്കും. ഇങ്ങനെ പല രീതിയിലായിരുന്നു. പക്ഷെ ഈ ആഴ്ച ചെന്നപ്പോ മിക്കവാറും ഭവനങ്ങളിൽ വളരെ ആവേശത്തോടു കൂടിയാണ് ഭക്തജനങ്ങൾ ഉറച്ച് ജയ് ശുഭാനന്ദം, ആരെയാ സ്വാമിയെ സ്വീകരിക്കുകയാണ്. ജയ് ശുഭാനന്ദം. അപ്പൊ സ്വാമിക്കും സന്തോഷം, ജയ് ശുഭാനന്ദം. അതൊരു പ്രത്യേക സന്തോഷാവസ്ഥയായി മാറി. അങ്ങനെ സന്തോഷം കിട്ടിയ ആരെങ്കിലും ഉണ്ട്? ഒന്നുകൂടെ ഒന്ന് പറയാം. ജയിക്കട്ടെ, ജയിക്കട്ടെ, ശുഭാനന്ദാദർശം ജയിക്കട്ടെ. ഉയരട്ടെ, ഉയരട്ടെ, ആത്മബോധം ഉയരട്ടെ. വസിക്കട്ടെ, വസിക്കട്ടെ, കലിയുഗ ഘട്ടി വസിക്കട്ടെ. വസിക്കട്ടെ, വസിക്കട്ടെ, കലിയുഗ ഘട്ടി വസിക്കട്ടെ. തകരട്ടെ, തകരട്ടെ, ഭേദബുദ്ധികൾ തകരട്ടെ. തകരട്ടെ, തകരട്ടെ, ഭേദബുദ്ധികൾ തകരട്ടെ. ആത്മബോധം ഉയരട്ടെ എന്ന് പാടിയില്ലേ? ആത്മബോധം ഉയരട്ടെ എന്ന് പാടിയില്ലേ? ആത്മബോധം അതിന്റെ പരമോന്നതാവസ്ഥയല്ലേ? ആത്മബോധം എന്നത് പരമോന്നതാവസ്ഥയല്ലേ? ആണോ? ആണോ? അപ്പൊ അതിന്റെ ഉയർച്ച എന്തായിരിക്കും? അതിന്റെ ഉയർച്ച എന്തായിരിക്കും? ആത്മബോധം ഉയരട്ടെ എന്ന് ഞാനൊരു വരി പാടിയല്ലോ. ഉയരട്ടെ, ഉയരട്ടെ, ആത്മബോധം ഉയരട്ടെ. എന്തായിരിക്കും അവസ്ഥ? ആത്മബോധം ഉയർന്നാലത്തെ അവസ്ഥ എന്തായിരിക്കും? ആത്മബോധം സ്ഥാപകനും പരഹൃദയജ്ഞാനിയും പരമാനന്ദരൂപനുമായ ശുഭാനന്ദ ദിവ്യരൂപം നിങ്ങളുടെ എല്ലാം ഗുരുവാണ്. അല്ലേ? ആണോ? ആണോ? ഇത് പൂർണ്ണമായി നിങ്ങൾക്ക് ബോധ്യമാകണമെങ്കിൽ എന്ത് വേണം? ആ രൂപം നിങ്ങളുടെ ആത്മാവിൽ പ്രത്യക്ഷീഭവിക്കണം. അപ്പോഴാണത് മനസ്സിലാവുന്നത്. ഭഗവാൻ തന്നെ പാടിയിട്ടുണ്ട്, സൃഷ്ടിക്കു മുൻപു ദൈവം സൃഷ്ടാവായിരുന്നില്ല. സൃഷ്ടിക്കു മുൻപു ദൈവം ആയിരുന്നോ? സൃഷ്ടി നടക്കുന്നതിന് മുമ്പ് സൃഷ്ടാവെന്ന് പേരുണ്ടോ? ഇപ്പൊ അച്ഛനാവാൻ കഴിവുണ്ടൊരു യുവാവാണ്, പക്ഷെ അച്ഛനല്ല. അച്ഛനാവാൻ അവന് കഴിവുണ്ട്, പക്ഷെ ഒരു കുഞ്ഞ് ജനിക്കുന്നത് വരെ അവൻ അച്ഛനല്ല. ആണോ? ഒരു സൃഷ്ടാവിന് ഇതെല്ലാം അടങ്ങിയിരുന്നു. പക്ഷേ സൃഷ്ടിക്കു മുൻപു ദൈവം സൃഷ്ടാവായിരുന്നില്ല.
സൃഷ്ടി നടത്തിയ ശേഷം സൃഷ്ടികൾക്കുള്ളിൽ സൃഷ്ടാവായി വാഴുന്നു നാഥൻ. സൃഷ്ടി അതുപോലെ ഇന്ന് നമ്മുടെ ഈ ശരീരപ്രകാരമുള്ള പിതാവിനെ നിങ്ങളെല്ലാവരും കൂടി ആദരിച്ചു. അപ്പോ ഈ വിധത്തിലായിത്തീരുമെന്നോ ഇങ്ങനെയൊക്കെ വരുമെന്നോ ഒന്നും അറിഞ്ഞുകൊണ്ടല്ല ഈ കുഞ്ഞിനെ ഇങ്ങോട്ട് അയച്ചത്. അന്ന് ഇതൊന്നും അറിയില്ലായിരുന്നു. അന്ന് 3 കുഞ്ഞുങ്ങളുടെ പിതാവായിരുന്നു. ഇന്നിപ്പോ നിങ്ങളുടെ എല്ലാം പിതാവായി നിങ്ങൾ കണക്കാക്കുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് വന്നത് എപ്പോഴാണ്? സർവ്വലോകത്തിന്റെയും പിതാവാകുന്ന ദൈവം ഈ തിരുവുടലിലേക്ക് എഴുന്നള്ളി വാഴുവാൻ തുടങ്ങിയപ്പോഴാണ്. ഇതുപോലെ ഉന്നതമായ പരമഭാഗ്യത്തെ ശുഭാനന്ദ രൂപമായി ആത്മാവിൽ കാണുവാൻ അവസരമുണ്ടാകുമ്പോഴാണ് ശുഭാനന്ദ ഗുരു എന്റെ ഗുരുവാണ്, ദൈവമാണ് എന്ന തിരിച്ചറിവ് ആത്മാവിൽ ഉണ്ടാകുന്നു. ആ ബോധത്തിലേക്ക് എത്തുവാൻ ആത്മലോകത്തെ ദൈവം അനുഗ്രഹിക്കുമാറാണ്. ഉന്നതമായ മഹാവ്രതങ്ങൾ നടക്കുന്ന സന്ദർഭമാണിപ്പോൾ. അതിൻ്റെതായ ഒരു തിളക്കം എല്ലാ ഹൃദയങ്ങളിലും കാണുന്നുണ്ട്. മുടക്കം കൂടാതെ യാതൊരു മാലിന്യങ്ങളും ഭവിക്കാതെ അപ്പോഴെപ്പോൾ തൂത്ത് വൃത്തിയാക്കി സൂക്ഷിച്ച് ആ ഹൃദയത്തെ കരുതിക്കൊണ്ട് തുടർന്നുള്ള 10 വെള്ളിയാഴ്ചകളും വ്രതമനുഷ്ഠിക്കുവാനും തീർത്ഥാടകരായി എത്തിച്ചേരുവാനും ആനന്ദം അനുഭവിക്കുവാനും മഹാശക്തി നിങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാണ്. അതുപോലെ നമ്മുടെ താരാസ്തുതിയുടെ വ്രതവും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉന്നതമായ നിലയിൽ താരാസ്തുതി നടക്കണമെങ്കിൽ വ്രതമനുഷ്ഠിക്കുന്നവരുടെ ഹൃദയം ഒരുങ്ങിയെങ്കിലേ പറ്റൂ. താരാസ്തുതി അതിന്റെ ആരംഭ സമയം മുതൽ ഇന്നുവരെയും ഒരേ നിലയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പലപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. സർവശക്തി തിരിച്ചുദയമായി വന്ന സുവർണ നിമിഷത്തിലാണ് താരാസ്തു നിയമം പാസാക്കിയത്. അപ്പൊ അതിന്റെ ശക്തി എത്രത്തോളമെന്നും ഏത് വിധത്തിലാണെന്നും എങ്ങനെയാണെന്നും ഒരു മനുഷ്യന് നാവ് കൊണ്ട് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റുന്നതല്ല. കോടി സൂര്യപ്രഭയേക്കാൾ പ്രഭയുള്ള മഹാശക്തി, കോടി സൂര്യപ്രഭയേക്കാൾ പ്രഭയുള്ള മഹാശക്തി, ഉദിച്ചുയർന്നുദിപ്പിച്ച താരാസ്തുതി, ഇതിന് സമം പറയുവാൻ ഒരു യജ്ഞവും ഭൂമിയിലില്ല. അത് അതിന്റെ പ്രത്യേകതയാണ്. ആ യജ്ഞത്തിലേക്ക് പങ്കെടുക്കുവാൻ ആഗ്രഹിച്ച് വ്രതം ആരംഭിച്ചിട്ടുള്ള എല്ലാവരും സ്തുതിയുടെ വ്രതമാണ് ഞങ്ങൾ അറിഞ്ഞില്ല, എന്നാൽ ഈ ആഴ്ച തൊട്ട് അത് തുടങ്ങാൻ പറ്റത്തില്ല. കഴിഞ്ഞ ചൊവ്വാഴ്ച മുതലായിരുന്നു വ്രതം. അവിടെ മുതൽ തുടങ്ങിയവർക്ക് മുടക്കം കൂടാതെ ഇങ്ങ് എത്തിച്ചേരുവാൻ മഹാശക്തി അനുഗ്രഹിക്കുവാൻ, യാതൊരു മാലിന്യങ്ങളും അകതാരിൽ കടക്കാതെ ആത്മനാഥന്റെ ഇച്ഛയ്ക്കനുസരിച്ച് മനസ്സാ വാച കർമ്മണ ജീവിതം ചെയ്ത് താരാസ്തുതിയിൽ വന്ന് ബന്ധിക്കുവാൻ മഹാശക്തി എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഉന്നതമായ ഈ ദിനത്തിൽ ഈ ആരാധനയ്ക്കായി എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ ദർശിക്കുകയാണ്. നിങ്ങൾ അർപ്പിച്ച നേർച്ചകളും പ്രാർത്ഥനകളും പിതാവിന്റെ മേൽ ചൊരിഞ്ഞ സ്നേഹവാത്സല്യങ്ങളും അതിനുവേണ്ടി നടത്തിയ പ്രാർത്ഥനകളും എല്ലാം ഞാനിതാ സ്വീകരിക്കുകയാണ്. എവരെയും മഹാശക്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉന്നതമായ ദിനത്തിൽ കുറെ ആളുകൾ സത്യം സ്വീകരിച്ചു. സ്വീകരിച്ച ആത്മാക്കൾക്ക് ആകമാനം സത്യത്തിൽ കൂടി ജീവിച്ച് ഈ ആദർശത്തെ പൂർണ്ണമായി ഉൾക്കൊണ്ട് ആനന്ദത്തിൽ എത്തുവാൻ മഹാശക്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉന്നതമായി ഈ ആദർശത്തിന്റെ വിളംബരമായി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന മഹാഗോപുരം
ദൈവത്തിനായി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന മഹാഗോപുരം ഏറ്റവും വേഗം അതിന്റെ പണി പൂർത്തീകരിക്കുവാൻ ആർത്തിയോടെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഏറ്റവും വേഗത്തിൽ അതിന്റെ പണി പൂർത്തീകരിക്കുവാൻ ആർത്തിയോടെ നമ്മൾ പ്രാർത്ഥിക്കും. ഇപ്പോൾ അതിന്റെ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ശില്പികളെല്ലാം, ഇപ്പോൾ അതിന്റെ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ശില്പികളെല്ലാം, ബാഹ്യാവസ്ഥയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ, ഭാഗ്യാവസ്ഥയിൽ ഏർപ്പെട്ടിരിക്കുന്ന അവരുടെ നാട്ടിൽ നടക്കുന്ന ദീപാവലി ആഘോഷത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി അവധി എടുത്തു പോയിരിക്കുകയാണ്. അവരുടെ നാട്ടിൽ നടക്കുന്ന ദീപാവലി ആഘോഷത്തിൽ പങ്കെടുക്കുവാൻ അവധി എടുത്തു പോയി ഏറ്റവും വേഗം അവരെല്ലാം തിരികെ എത്തുവാൻ, ഏറ്റവും വേഗം അവരെല്ലാം ഉന്നതമായ അതിന്റെ കർമ്മങ്ങൾ പൂർത്തീകരിക്കുവാൻ, കർമ്മങ്ങൾ അതെല്ലാം പൂർത്തീകരിച്ച് നമുക്ക് ഒത്തുചേർന്ന് അതിന്റെ ഉദ്ഘാടന കർമ്മം നടത്തുവാനും എല്ലാം പൂർത്തീകരിച്ചു ഭഗവാനോട് ഒത്തുചേർന്ന് നമുക്ക് അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാം. മഹാശക്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉന്നതമായ ആ പ്രകാശത്തെ, അതിന്റെ പരിപൂർണാവസ്ഥയെ കാണുവാൻ തക്ക വിധത്തിൽ ആത്മപ്രശോഭയോടുകൂടി മഹാശക്തി ഒരുക്കി നിലനിർത്തിയിരിക്കുന്ന ആത്മദീപത്തെ ആ ആത്മാനന്ദ ദീപമായി സർവദാ മഹാശക്തി കരുതുമാറാകട്ടെ. ആ ആയുരാരോഗ്യത്തോടുകൂടി കരുതുമാറാകട്ടെ. രാജഗോപാലിനെയും കുടുംബത്തെയും സ്ഥപതികളെയും അവരുടെ കുടുംബങ്ങളെയും ശില്പികളെയും അവരുടെ കുടുംബങ്ങളെയും ഓമനമിത്രങ്ങളെ ഓരോരുത്തരെയും ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഏറ്റവും വേഗം എല്ലാം പൂർത്തീകരിക്കപ്പെടുമാറാകട്ടെ. എല്ലാ കർമ്മങ്ങളും ഉന്നതമായി ജഗദീശ്വരൻ നടത്തുമാറാകട്ടെ. ആ നമ്മുടെ പടയണിപ്പാറയിലെയും ഡൽഹിയിലെയും ശാഖാശ്രമങ്ങളുടെ വാർഷികങ്ങൾ അടുത്തു വരികയാണ്. അത് ഉന്നതമായ നിലയിലെല്ലാം നടത്തപ്പെടുവാൻ വേണ്ടി ഒരുങ്ങുന്നു. കഴിയുന്നിടത്തോളം ആളുകൾ അവിടെ എല്ലാം പോയി പങ്കെടുക്കുക. ഉന്നതമായി നടക്കുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എത്തിച്ചേരുന്ന എല്ലാവർക്കും ആനന്ദം ഉണ്ടാകുവാൻ ഈശ്വരൻ എഴുന്നള്ളി നിലകൊള്ളുമാറാകട്ടെ. ഇതെല്ലാം ദാനം ചെയ്യുവാനും ആത്മലോകത്തെ രക്ഷിക്കുവാനും ആനന്ദിപ്പിക്കുവാനും ഉപരിപരിയായ ആദർശത്തെ വളർത്തുവാനും ആനന്ദരാജ്യം ഈ ലോകത്തിൽ വെച്ച് അനുഭവമാക്കുവാനും ആനന്ദ സമ്പൂർണനാകുന്ന ദൈവം നിങ്ങൾക്കായി വാഴുമാറാകട്ടെ. പ്രത്യക്ഷമായി വാഴുമാറാകട്ടെ. പ്രത്യക്ഷമായി വാഴുമാറാകട്ടെ. മതി വരുമോ കണ്ണ നിന്റെ കളിയാട്ടം,